ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു തെച്ചിക്കോട്ട പുൽക്കാരി വർക്ക് ചെയ്ത ഒരു സാരിയാണ്. ഇതൊരു വന്നിരിക്കുന്നത് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് ഒതുങ്ങിക്കിടക്കുന്ന വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരി. അതുപോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് അതുപോലെ ചെറിയ പാർട്ടികൾക്കെല്ലാം വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരി. ഇതിൽ സൈഡിൽ രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. അതുപോലെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴും ഫുള്ളായിട്ട് ആ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും വരുന്നു. അതുപോലെ സ്കാറ്റേഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് വാഷബിളാണ്. നല്ലൊരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ട്രാൻസ്പെറൻ്റ് അല്ല ഇത്. ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൻ്റെ മറ്റ് കളറുകൾ, ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്, കുറേ ഡിസൈൻസും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ഈ സൈഡിൽ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും. അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ എംബ്രോയ്ഡറി വർക്ക് കട്ട് വർക്കും വന്നു കഴിഞ്ഞുള്ള ഭാഗം ഇങ്ങനെയാട്ടോ വരുന്നത്. അതപ്പം ചിലർ ഡൗട്ട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ വന്നേക്കണമെന്ന്. ഇത് ഇവിടം അടിക്കേണ്ട കാര്യമില്ല. ഈ കട്ട് വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഈ പീസാണിത്. ഇതിൽ നിന്ന് യാതൊരു അഭംഗിയും വരുന്നില്ല. നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗവും കുത്തുന്ന ഭാഗവും എല്ലാം ആണ് ഇത്. ഞാൻ അതൊന്ന് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ അതൊരു ഡൗട്ടായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ വരുന്നത് എന്താണെന്ന്. ഇവിടം വരെ ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നു പെർഫെക്റ്റ് ആയിട്ട് തന്നെ. അത് കഴിഞ്ഞ് ആ മെറ്റീരിയലിൽ വരുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡറിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു വരിക. ഇങ്ങനെയാണ് വരിക. സ്കാറ്റേഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെയാണ് വരുന്നത്. പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് പുൽക്കാരി തെച്ചിക്കോട്ട സാരിയാണ്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. അതുപോലെ അതിൽ കട്ട് വർക്കും കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഈ സൈഡിലുള്ള ഈ ബോർഡർ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും, പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡർ നല്ല തിക്കായിട്ട് തന്നെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഡിസൈൻ വരുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഫുള്ളായിട്ടും പുൽക്കാരി വർക്കും വരുന്നുണ്ട്. ഈ ബോർഡർ ഓൾ ഓവർ ലോവർ പോർഷനിൽ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 2560 നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ സെൽഫായിട്ട് കട്ട് വർക്കും വന്നിരിക്കുന്നു. ഈ ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയാണ് ആ ബോർഡർ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡർ നല്ല തിക്കായിട്ട് തന്നെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് പല്ലു വരിക. ഇതാണ് പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ്, കളറിൽ മാത്രമേ മാറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇതിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 2560. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഈ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലും ഉള്ള ഡിഫറൻസ് ആണ് വരിക. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത് പീച്ച് ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സാരിയിലുള്ള ഡിസൈനല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻ തന്നെ ഡിഫറൻ്റ് ആയിട്ട് തന്നെ 5 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്ന് ഞാൻ ഓരോ സെറ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്
ഇങ്ങനെ ഇതിൻ്റെ ഇപ്പോൾ വരുന്നത് കട്ട് വർക്കും കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക്, ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നത് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ബോർഡർ തിക്കായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. സ്കാലപ്പ് വന്നിരിക്കുന്നു, ഇതുണ്ടോ. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. അതിൽ വീണ്ടും ഇത് ഡാർക്ക് പീച്ചിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പല്ലു കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരിക. ഈ ഭാഗം ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരിക. സെൽഫായിട്ട് തന്നെ കട്ട് വർക്ക് വന്നിരിക്കുന്നു. രണ്ട് സൈഡിലും ഈ ബോർഡർ വന്നിരിക്കുന്നു. ഈ ഭാഗത്ത് ഇവിടം വരെ വന്നിരിക്കുന്നു. നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയാണ് ഈ ഭാഗത്ത് വരുന്നുള്ളൂ. ഈ ഭാഗത്ത് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തിക്കായിട്ടുള്ള ബോർഡറും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഈ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2560 നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും കട്ട് വർക്കും അതുപോലെ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും, അതായത് കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ റോസിന് എപ്പോഴും ഒരു ബ്ലൂ ആണല്ലോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോഴും ഭംഗിയായിട്ട് വരിക. അതുപോലെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. സൈഡിൽ സ്കാലപ്പ് വർക്ക് വരുന്നു. ആ കട്ട് വർക്ക് തന്നെയാണ് ഈ സ്കാലപ്പ് വർക്ക് വരുന്നത്, കണ്ടോ. അതാണ് ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ആ കട്ട് വർക്കിൽ തന്നെ സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. അതിൽ ആ എംബ്രോയ്ഡറി വർക്ക്, പിന്നെ പിങ്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ഇത് ഓൾ ഓവർ ഇതിൻ്റെ ലോവർ പോർഷനിൽ ഓൾ ഓവറായിട്ട് വരുന്നുണ്ട്. സ്കാറ്റേഡായിട്ട് ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ വരുന്നതും രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കട്ട് വർക്ക് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഈ ലെമൺ യെല്ലോയിൽ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ആ എംബ്രോയ്ഡറി വർക്ക് വരിക. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും പ്ലീറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡറും വരുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ്. ഇത് പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഈ സാരി വരിക. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ സെൽഫായിട്ട് കട്ട് വർക്ക് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഇങ്ങനെ ഹാഫായിട്ടാണ് വരിക. താഴെ ആ ബോർഡർ നല്ല തിക്കായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പുൽക്കാരി തെച്ചിക്കോട്ടയിലാണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ഡിസൈനാണ്. ഇത്രയും നേരം ഞാൻ കാണിച്ചത് വേറൊരു ഡിസൈൻ. കളറ് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ ഈ ഡിസൈൻ വന്നിരിക്കുക. ഈ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഈ ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, വാഷബിളാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു മെറ്റീരിയലുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ബോർഡർ വരുന്നത്. ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഈ കട്ട് വർക്കിന് ഇതിൽ വരുന്ന കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കണ്ടോ, നല്ലൊരു ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക. സൈഡ് സ്കാലപ്പ് വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊരു സ്കാലപ്പല്ല, ഈ കട്ട് വർക്കിൽ തന്നെ സ്കാലപ്പായിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക.
വിത്ത് ബ്ലൗസ്. ആ ഡിസൈൻ പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. പീച്ച് കളറിൽ നമ്മൾ ഓരോരോ ഡിസൈനുകളിലെ മാറ്റമാണ്. ഇത് പീച്ച് ഷെയ്ഡിൽ ഈ ഡിസൈനാണ് വന്നിരിക്കുന്നത്. എല്ലാ ഡിസൈനും അതതിൻ്റേതായ ഒരു ഭംഗിയായിട്ട് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഹാഫായിട്ട് തന്നെ ആ വർക്ക് വരുന്നു. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ വരുന്ന കട്ട് വർക്കും ഇങ്ങനെ വരുന്നു. ലോവർ പോർഷനിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 2560. ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ഈ വർക്ക് വന്നിരിക്കുന്നു. നല്ല തിക്കായിട്ടുള്ള ബോർഡറുമാണ് വരിക. ഈ ഡിസൈൻ ഓൾ ഓവർ ലോവർ പോർഷനിൽ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ്. റേറ്റ് വരുന്നത് 2560. നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും 2 സൈഡിലും ബോർഡർ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരിക. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡർ വരുന്നു. എല്ലാം സെയിം തന്നെ, എല്ലാം സെയിം മോഡലിൽ തന്നെ. പക്ഷേ ഈ കട്ട് വർക്കിലും ഈ എംബ്രോയ്ഡറി വർക്കിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ്, ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലു ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ്. റേറ്റ് വരുന്നത് 2560. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും വേറൊരു ഡിസൈനാണ്. ഇതിൽ വേറൊരു ഷേപ്പിൽ തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ സെൽഫായിട്ട് കട്ട് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്ന ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തിക്കായിട്ട് ബോർഡറും വരുന്നുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന ലോവർ പോർഷനിൽ ഈ കട്ട് വർക്കും ഈ എംബ്രോയ്ഡറി വർക്കും ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു. കണ്ടോ, ഇതിൽ വരുന്ന ഡിസൈൻ കണ്ടോ, ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ, ഓൾ ഓവർ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ആ എംബ്രോയ്ഡറി വർക്ക് തന്നെ ഈ കട്ട് വർക്കിനോട് ചേർന്നും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇത് വരിക. പുൽക്കാരി തെച്ചിക്കോട്ടയിലാണ് ഈ ഡിസൈനുകൾ വന്നിരിക്കുന്നത്. ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇത് കണ്ടോ, കട്ട് വർക്ക്, ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് തന്നെ. ഇതുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന് 1 ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ പുൽക്കാരി വർക്ക് ഫുള്ളായിട്ട് വരുന്ന കാരണം ഇതിൻ്റെ ട്രാൻസ്പെറൻസി വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഓൾ ഓവർ ഈ ഡിസൈൻ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ സൈഡ് സ്വല്പം ചെരിഞ്ഞൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് വിടുന്നതിൻ്റെ ആ ഒരു പ്രോബ്ലം കൊണ്ടാട്ടോ. അതുകൊണ്ട് അതിനാരും ടെൻഷൻ പിടിക്കണ്ട. ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചതാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഈ ബോർഡർ ഓൾ ഓവർ വരുന്നുണ്ട്.
റേറ്റ് വരുന്നത് 2560. നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ലെമൺ യെല്ലോയുടെ തെച്ചിക്കോട്ടയുടെ ഞാൻ ഇതിന് മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട്, ഒത്തിരി തവണ. അപ്പം അതിലെല്ലാം ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയുള്ള ഡിസൈനുകളിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്ക് ലെമൺ യെല്ലോ ഈ തവണയാണ് ഇത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് നല്ലൊരു കോൺട്രാസ്റ്റായിട്ട് ഇതിന് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഏതോ കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ തന്നെയാണ്. നമുക്ക് മുഖത്തിനൊക്കെ കുറച്ചുകൂടെ കളർ കിട്ടാൻ പാകത്തിന് നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത്. ഈ ഭാഗം നമുക്ക് ഇത് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെയാണ് ഇത് ഈ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതെല്ലാം എംബ്രോയ്ഡറി വർക്കും കൂടെ വന്ന് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ടും അതുപോലെ തന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ വിളിക്കുക, കാണുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൺലൈൻ തന്നെ ആയത് കാരണം. ഇങ്ങനെയാണ് ഹാഫായിട്ട് വരിക വർക്ക്. അതുപോലെ ബോർഡറും വരുന്നു. പുൽക്കാരി തെച്ചിക്കോട്ടയിൽ ഒരു ലാവണ്ടർ ഷെയ്ഡിൽ ഇതിൽ വന്നിരിക്കുന്നത് സ്ക്വയർ പാറ്റേണിലാണ്. 2 സൈഡിലും ബോർഡർ ഒരു സ്ക്വയർ പാറ്റേണിൽ വന്നിരിക്കുന്നു. ഈ ലാവണ്ടറിന് കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഗ്രീനുമാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ ഈ സ്ക്വയർ പാറ്റേൺ ഫുള്ളായിട്ടും വരുന്നുണ്ട്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് ആ സ്ക്വയർ ഡിസൈൻ വരുന്നു. അതുപോലെ ബോർഡറും തിക്കായിട്ട് തന്നെ വരുന്നു. എല്ലാത്തിൻ്റെയും കളറുകളിൽ ഈ പല ഡിസൈനുകളാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. 5 ഡിസൈനുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ ഉണ്ട്. അത് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വെയ്റ്റ്ലെസ്സാണ് ഈ സാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. അതുപോലെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ബോർഡർ സ്ക്വയർ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നു. ബോഡി പാർട്ടിൽ ഓൾ ഓവർ ഈ സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോർഡർ നല്ല തിക്കായിട്ടും വരുന്നു. ഇതാണ് ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലു ഇതാണ് പല്ലുവിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 2560. നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ വരുന്നത് സ്ക്വയർ പാറ്റേണിൽ. യെല്ലോയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ വരിക്കുന്ന ആ കട്ട് വർക്കിൻ്റെയും എംബ്രോയ്ഡറി വർക്കിൻ്റെയും മാറ്റം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ സ്ക്വയർ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡർ നല്ല തിക്കായിട്ടും വരുന്നു. ഞാൻ പറഞ്ഞല്ലോ ലെമൺ യെല്ലോ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമാണ്. നല്ല കളർ തോന്നിപ്പിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. എന്താ കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക് ഒരു സ്ക്വയർ പാറ്റേണിൽ തന്നെ ഫുള്ളായിട്ടും വരുന്നു. ഇങ്ങനെ വരുന്നു. ലോവർ പോർഷനിൽ ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. റേറ്റ് വരുന്നത് 2560. ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ വരുന്നത് സ്ക്വയർ പാറ്റേണിലാണ്. ഓൾ ഓവർ സ്ക്വയർ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് പല്ലു വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വേണ്ട ഹാഫായിട്ട് വരുന്നു. ബോർഡറിൽ തിക്കായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നു. ലോവർ പോർഷനിൽ ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക.
ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന ആ ഡിസൈൻ. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് പല്ലുവിലും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. സ്ക്വയർ പാറ്റേണിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഉണ്ട്, ബോഡി പാർട്ടിൽ സ്ക്വയർ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നു. ഇതിൽ വന്നിരിക്കുന്ന ആ കളറ് തന്നെയാണ് ഇത്. കണ്ടോ, 2 ഷെയ്ഡിലും പീച്ച്, അതുപോലെ ആ ഒരു ഗ്രേയിഷ് ആ കളറും കൂടെ ഇതിൻ്റെ ഇടയിൽ ഈ സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ ഡിസൈൻ ഓൾ ഓവർ സാരിയുടെ ലോവർ പോർഷനിൽ വരുന്നുണ്ട്. ഇത് പല്ലു. ഇതാണ് ഇതിൽ ഈ ഡിസൈൻ വരുന്നത്. ഈ സൈഡിലേക്കും അങ്ങനെ തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 2560. അപ്പം ഞാൻ ഇതിൻ്റെ കാണിച്ചിരിക്കുന്നതിൽ ഏതാണെന്ന് ഇഷ്ടമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് പല ടൈപ്പ് ഉണ്ട്. അപ്പം കളറുകൾ ഡിഫറെൻ്റ് ആണ്, എംബ്രോയ്ഡറി വർക്കുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു സൈസിൽ തന്നെയുള്ളത് ഞാനത് സെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക.